2024 ഒരു അടിപൊളി അക്കാഡമിക് ഇയറിന് ശേഷം നമ്മളെല്ലാവരും 2025 ഏറ്റവും പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. ഇതിനോടകം തന്നെ ട്രിവാൻഡ്രം സെൻറ്ററിലും കൊല്ലം സെൻറ്ററിലും എറണാകുളം കോഴിക്കോട് അതുപോലെ തന്നെ ഓൺലൈനായിട്ടും പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് നമ്മുടെ പാലാ ക്യാമ്പസിലെ പാലാ മുത്തോലി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ചിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 8 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാരൻസും കുട്ടികളും അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് അവരുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാരൻസും ഒരുപാട് കുട്ടികളുമാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ്റെയും എന്താ പറയുക പുതിയ ക്ലാസ്സിൻ്റെ ഒക്കെ തിരക്കുകൾ വളരെയധികം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ പാലാ ഏരിയയിൽ തന്നെ. സോ ഇന്ന് നമ്മുടെ ഏറ്റവും പുതിയ ക്ലാസ്സുകളുടെ ആരംഭം അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ക്ലാസ്സുകൾ അലോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇരുന്ന് അതുപോലെ തന്നെ അവർക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും പാരൻസിനും കുട്ടികൾക്കും ചേർന്നുള്ളൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും ഒക്കെയാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് തന്നെ അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസും കൊടുത്തുവിടുകയാണ്. സോ അതുപോലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ മുത്തോലി സെൻറ്ററിൽ നടക്കുന്നത്. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ കാഴ്ചകളിലേക്കാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര്? ഷാജഹാൻ മുഹമ്മദ്. ഷീജ. എവിടുന്നാണ് വരുന്നത് സാർ? പത്തനംതിട്ട. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം ക്യാമ്പസൊക്കെ കണ്ടു? ആദ്യത്തെ ദിവസമാണ്. എന്താണ് നിങ്ങളുടെ ഒരു അനുഭവവും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? നല്ലത്, നല്ലതാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമ്പസ്, നല്ല അതൊക്കെയാണ്, നല്ല ഇഷ്ടപ്പെട്ടു. മൂത്ത മകൾ ഇവിടെയാണ് പഠിച്ചത്. ആ ബേസിലാണ് ഇവിടെ വിടാൻ കാരണം. മൂത്തയാൾ പഠിച്ച എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മാഡത്തിൻ്റെ ഒരു? നല്ല ക്യാമ്പസ് ആയിരുന്നു, നല്ല പഠിത്തമായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആളെ തിരിച്ചു വിടാൻ കാരണം. ഹായ് സാർ. നമസ്കാരം. എന്താണ് പേര്? ബിജു. അനു. എവിടുന്നാണ് വരുന്നത്? പത്തനംതിട്ട. ആരെയാണ് ഇവിടെ ചേർത്തേക്കുന്നത്? മോളെയാണോ? മോനെയാണല്ലേ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നതിന് ശേഷമുള്ള നമ്മുടെ ക്യാമ്പസൊക്കെ കണ്ടതിന് ശേഷമുള്ള ഒരു അനുഭവം എന്തായിരുന്നു? നല്ലതാണ്. കാരണം ബ്രില്യൻറ്റിന് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ടോപ്പ് കോച്ചിങ് സെൻ്ററാണെന്ന് നമുക്ക് നേരത്തെ നമ്മുടെ കസിൻസ് ഇവിടെ പിള്ളേർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. കാരണം ഇവർക്ക് നല്ലൊരു പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളത് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മോൻ ഇങ്ങനെ ഒരു ആഗ്രഹം എപ്പോൾ തൊട്ടാണ് വന്നു തുടങ്ങിയത്? അവനൊരു 10th ആയപ്പോഴത്തേക്കും പറഞ്ഞതിൽ ഒരു MBBS സീറ്റ് കിട്ടണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. അവന് ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ എങ്ങനെ ഹോസ്റ്റലിൽ ഒക്കെ ആണോ? ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലൊക്കെ അലോട്ട് ചെയ്തോ? അലോട്ട് ചെയ്തു. സാർ നമസ്കാരം. ഹലോ. സാറിൻ്റെ പേര്? എൻ്റെ പേര് പ്രേം കബീർ. ഓക്കെ. എവിടുന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം. മാഡത്തിൻ്റെ പേര്? റാഫിയത്ത്. എങ്ങനെയുണ്ട് സാർ ഫസ്റ്റ് ഡേ ആണ്, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ തോന്നുന്നു ഇവിടെ വന്ന് ഇവിടെ ഇതൊക്കെ കണ്ടതിന് ശേഷം? എൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പല കുട്ടികളും ഉണ്ടായിരുന്നു. അവരിവിടെ പാലാ ബ്രില്യൻറ്റിൽ പഠിക്കാൻ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങി അവർക്കൊക്കെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലൊക്കെ അഡ്മിഷൻ കിട്ടി. അതൊക്കെ കേട്ടപ്പോൾ മോളുടെ ആഗ്രഹമായിട്ട് വന്നതാണ് ഞങ്ങൾ. ഹോസ്റ്റലൊക്കെ കിട്ടിയോ? കിട്ടി. ഇവിടെ ഫാത്തിമ ഹോസ്റ്റലിലാണ് കിട്ടിയത്. ഈ ഒരു സാഹചര്യം കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ.
മാഡം നമസ്കാരം. നമസ്കാരം. എവിടുന്നാണ് വരുന്നത്? കൊടുങ്ങല്ലൂര്. ആരെയും എവിടെ ചേർത്തേക്കുന്നത്? മോളെ. അല്ലേ? എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കലാണോ? മെഡിക്കലിന്. എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ക്യാമ്പസൊക്കെ കണ്ടതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ 1 ഇയർ +2 ഒപ്പം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഹോസ്റ്റലാണോ? ആ, ഹോസ്റ്റലാണ്. ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഒരു കോൺഫിഡൻസോട് കൂടിയാണോ മാഡം ഇപ്പോൾ ആസ് എ പാരന്റ് നിൽക്കുന്നത്? അതെ അതെ അതെ. നല്ല റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കൾക്കും വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മാഡം എവിടുന്നാണ് വരുന്നത്? പത്തനംതിട്ട. ആരാ ഇവിടെ? മോളാണോ മോനാണോ? മോള്. ഓക്കെ. മെഡിക്കൽ ബാച്ച്. മെഡിക്കൽ ബാച്ച്. എങ്ങനെയുണ്ട് മാഡം? ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത്? എങ്ങനെയാണ് നമ്മുടെ ബെർലിനെ കുറിച്ച് അറിഞ്ഞത്? വന്നതിന് ശേഷമുള്ള ഒരു അനുഭവമോ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? അല്ല, നേരത്തെ തൊട്ടേ ബ്രില്ലിനെ കുറിച്ച് അറിയാം. പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്ന് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് വന്നത്. സാർ നമസ്കാരം. സാറിൻ്റെ പേര്? സജിത്ത്. ഓക്കെ. എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂർ. മോളാണോ ഇവിടെ? മോളാണ്. സാർ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ വന്നതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഡേയുടെയും അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നി? നല്ല വൈബാണ്. ഈ രീതിയിലുള്ള പിള്ളേർക്ക് കൂടുതൽ അവരുടെ കഴിവുകൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെന്നുള്ള പ്രസംഗമൊക്കെ കേട്ടപ്പോൾ തോന്നി. എങ്ങനെയാണ് സാർ നമ്മുടെ ബെർലിനെ കുറിച്ച് അറിയുന്നത്? വില്യൻസിനെ കുറിച്ച് അറിയുന്നത് അവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ ഇതേമാതിരി ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് അനിത. എവിടുന്നായിരുന്നേ? ഞങ്ങളിവിടെ അടുത്താ, വല്ലപൂരെന്ന് പറയും. ആരെയും ഇവിടെ ചേർത്തേക്കുന്നത്? ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? ആദ്യമായിട്ടാണ് വരുന്നത്. ആ, വന്ന് കണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം? സന്തോഷം. നല്ല ബ്രില്യൻറ്റിനെ പറ്റി അല്ലെങ്കിലും നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതല്ലേ, അപ്പോൾ ഇവിടുത്തെ കോച്ചിങ് ഒക്കെ നല്ലതാണെന്ന് അറിയാം. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പാലാ മുത്തോലി ക്യാമ്പസിലുള്ള പ്രവേശനോത്സവമായിരുന്നു ഇന്ന്. എ ബ്ലോക്കിലും ഡി ബ്ലോക്കിലുമായി ധാരാളം കുട്ടികളാണ് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്കായിട്ടുള്ള മോട്ടിവേഷണൽ ക്ലാസ്സസും അതുപോലെ തന്നെ ഓറിയന്റേഷനും പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനോടൊപ്പം ക്ലാസ് ടീച്ചേഴ്സും ഫാക്കൽറ്റീസുമായിട്ടുള്ള ഇന്ററാക്ഷനും ഇന്ന് നടന്നിരുന്നു. അതുപോലെ അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസും ഇന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ഫസ്റ്റ് ഡേ റെസ്പോൺസിലേക്ക് ഒന്ന് പോവാം. ഹായ്, എന്താ പേര്? എൻ്റെ പേര് നെദ ഹുസൈൻ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ ആയിട്ട്? നല്ല ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ആകെ ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര കൂളാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ ആയി. ആ, ഓക്കെ. അപ്പോൾ ഏത് ഹോസ്റ്റലിലാണ് അപ്പോൾ നിൽക്കുന്നത്? ഞാൻ നടുത്തൊട്ടി. എവിടെയാ വീട്? വീട് മലപ്പുറം. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെ വന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സെറ്റ് ആയോ? ആയി. ആദ്യം ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ മോട്ടിവേഷണൽ ക്ലാസ്സും ഡയറക്ടേഴ്സിന്റെ കേട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? അതൊക്കെ കേട്ടിട്ട് ഒരു നമുക്ക് എന്തായാലും മാർക്ക് വാങ്ങിക്കാൻ പറ്റും, ആ ഒരു ത്രില്ലിലല്ലേ ഇരിക്കണേ? അതെ, കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ആയിരുന്നു. ഹായ്,
അപ്പം നമുക്ക് ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ പേര് നന്ദന വിനോദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു കുറേ ആൾ പറഞ്ഞ സമയത്ത്. പക്ഷെ പേടിക്കാൻ മാത്രമൊന്നുമില്ല, ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ 2 ക്ലാസ് ടീച്ചർ 2 ആളാണ്, അവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. പിന്നെ അറിയുന്ന ആരും അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, എന്നാലും കുറച്ചാൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹോസ്റ്റലെല്ലാം നല്ല ഫുഡെല്ലാം. ഇന്നലെ വന്നത്, ഇനി ക്ലാസ് എല്ലാം കേൾക്കണം. അത്ര ഫസ്റ്റ് ക്ലാസ് ഒക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ട് മോട്ടിവേഷൻ ക്ലാസ് നല്ലതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈക്കിൽ പറയും, നേരിട്ട് കണ്ട് പറയുന്നില്ലെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതുണ്ടായിരുന്നു. ഹായ്, ഹലോ, എന്താണ് പേര്? എൻ്റെ പേര് അമേസ് അനൂജ്. എൻ്റെ പേര് ഹരിനന്ദൻ. എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ പാലക്കാട് നിന്ന്. പാലക്കാട് നിന്നാ വരുന്നത്. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റി വന്ന ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേനെ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം പുതിയൊരു സെറൈൻ അറ്റ്മോസ്ഫിയർ. വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ വളരെ ത്രില്ഡ് ആണ്, കാരണം ഇനി എന്താണെന്നുള്ളതിന്റെ ഒരു ആകാംക്ഷ ഉണ്ട് വളരെയധികം. ഹോസ്റ്റലൊക്കെ അലോട്ട് ചെയ്ത് കിട്ടിയോ നിങ്ങൾക്ക്? ഏതൊക്കെ ഹോസ്റ്റലാണ് കിട്ടിയേക്കുന്നത്? ഞങ്ങൾക്ക് 2 പേർക്കും നടക്കൽ ഹോസ്റ്റൽ. അക്കോമഡേഷൻ താമസിച്ചോ അവിടെ? എങ്ങനെയുണ്ട് അക്കോമഡേഷൻ ഒക്കെ? നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അത് തന്നെയാണ് ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. അവിടുത്തെ ഇൻചാർജ് ആ സാറുമാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, കാരണം മാക്സിമം നമുക്ക് എത്ര ഹെൽപ്പ് വേണമെങ്കിലും അവർ ടു ദ മോസ്റ്റ് അവരുടെ എക്സ്റ്റെൻഡിൽ എത്ര പോസിബിൾ ആണ് അത് മൊത്തം ചെയ്തു തരാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെട്ടോ? ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയുള്ള സാറാണ്, ജയമോൻ സാർ തന്നെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ടീച്ചറായിട്ട് വന്നിരിക്കുന്നത്. എന്താ പേര്? ദീപിക. നിമ, വർഷ. ശ്രീലക്ഷ്മി. അപ്പൊ എവിടെ എല്ലാവരുടെയും വീടൊക്കെ? ട്രിവാൻഡ്രം. കോട്ടയം. കൊല്ലം. അപ്പൊ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട്? ഏത് ഹോസ്റ്റലിലാണ് നിൽക്കണ എല്ലാവരും? എല്ലാവരും. അപ്പൊ ഗ്യാങ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണല്ലേ. അപ്പൊ എങ്ങനെയാ അവിടെ സെറ്റ് ആയിട്ടുണ്ടാവൂല്ലോ, ഫ്രണ്ട്സ് ഒക്കെ ആയി? ക്ലാസ് ഒക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? മോട്ടിവേഷണൽ ക്ലാസ്, ഡയറക്ടേഴ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. അപ്പോ ഇനി എല്ലാ ദിവസങ്ങളും നല്ലതായിട്ട് നന്നായി പഠിക്കാൻ വെച്ചട്ടെ. ഓക്കെ, നല്ല മാർക്ക് വാങ്ങിക്കാൻ വെച്ചട്ടെ. എന്താണ് പേര്? അഫ്സാന. തീർത്ഥ. അയന. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രില്യൻറ്റി വന്നിട്ട് ഫസ്റ്റ് ഡേ? കുഴപ്പമില്ല, കൊള്ളാം. എല്ലാ സൗകര്യങ്ങളൊക്കെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒരു നാട്ടുകാരാണോ? അല്ല, എവിടെയാ വീട്? തിരുവനന്തപുരം. ആലപ്പുഴ, എറണാകുളം. ഇവിടെ വന്നിട്ട് നിങ്ങൾ 3 പേരും ഒരു ഹോസ്റ്റലിലാണോ? ഒരേ റൂമാണ്? എല്ലാവരും തമ്മിൽ കമ്പനി ആയോ? ഓക്കെ. നിങ്ങൾ മെന്റേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചോ? എങ്ങനെയുണ്ട് അവരുടെ ഇന്ററാക്ഷൻ ഒക്കെ? കുഴപ്പമില്ല. എന്താ പേര്? ജിയ. നന്ദന. ശ്രീഷ. എവിടെ വീട് എല്ലാവരും? ആലപ്പുഴ. കൊല്ലം. കാസർഗോഡ്. അപ്പൊ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ ഇവിടെ വന്ന്? ഏറ്റവും ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? നല്ല രസമുണ്ട്. നല്ല ക്യാമ്പസാണ്. നല്ല രസമുണ്ട്. ഹോസ്റ്റലൊക്കെ 3 പേരും ഒരുമിച്ചാണോ? ഏത് ഹോസ്റ്റലാ? വൈറ്റ് ഹൗസ് ഗ്രാൻഡ്. അപ്പൊ അവിടെ എങ്ങനെയുണ്ട്? 3 പേരും ഒരു റൂമിലാണോ? അപ്പൊ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ എങ്ങനെയാ? എല്ലാം സെറ്റായി വന്നോ? ഹായ്. എന്താണ് പേര്? നൂറ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ ബ്രില്യൻറ്റി വന്നിട്ട്? ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയോ? ഇല്ല, കിട്ടില്ല. ഞങ്ങൾക്ക് ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ അലോട്ടഡ് ആയോ? എങ്ങനെയുണ്ട് ഹോസ്റ്റലില്? ഹോസ്റ്റലിൽ രസമുണ്ട്. ഫുഡൊക്കെ ഓക്കെയാണ്. ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ? കിട്ടി. എവിടെയാണ് വീട്? തൃശ്ശൂർ. ഓക്കെ. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ? അത് എന്തായാലും കാണുമല്ലോ. ആദ്യമായിട്ട് മാറിയിരിക്കണേ അതിന്റെ ഇതുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഹോസ്റ്റലൊക്കെ ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും സെറ്റ് ആയോ? സെറ്റായി. എന്താ പേര്? തമന്ന. എന്താ മോളുടെ പേര്? നമിത. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റി വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമ്മള് ഭയങ്കര ഇരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോ ഭയങ്കര കാമാണ്. ഹോസ്റ്റലൊക്കെ നല്ല അടിപൊളി. മോൾക്ക് എങ്ങനെയുണ്ട്? അതേപോലെ തന്നെ ഞാനും പേടിച്ചാ വന്നത്, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായി. ഏത് ഹോസ്റ്റലിൽ അലോട്ട് ചെയ്ത് കിട്ടിയേ? വൈറ്റ് ഹൗസ് ഗ്രാൻഡ്. വൈറ്റ് ഹൗസ് ഗ്രാൻഡ്. എവിടെയാ വീട് മോളുടെ? കോഴിക്കോടാ. കോട്ടയം. മണർകാട്. ഇവിടെ അടുത്താണ്. എന്താ പേര്? സിനാൻ സുബൈർ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഡേ? വളരെ നന്നായിരുന്നു. മികച്ചതിനോട് ആ മോട്ടിവേഷനൊക്കെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണും. അപ്പൊ ഇവിടെ വീട് നിങ്ങളുടെയൊക്കെ? പാലക്കാട്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഹോസ്റ്റലൊക്കെ? ഏത് ഹോസ്റ്റലാ? തോപ്പിൽ തന്നെ. 2 പേരും ഫ്രണ്ട്സ് ആണ് തോന്നുന്നു, ഒരുമിച്ചാ? ഹായ്.
എന്താണ് പേര്? ആദിത്യ. എന്താണ് പേര്? ഹരിഗോവിന്ദ്. എവിടെയാ വീട്? തിരുവനന്തപുരം. ആലപ്പുഴ. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റി വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ ആയിട്ട് ടെൻഷൻ ഒക്കെ ഉണ്ടോ? ചെറുതായിട്ട്. ഇല്ല, ടെൻഷനൊന്നും ഇല്ല, ഫുൾ പവർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഹോസ്റ്റൽ? ഏതൊക്കെയാ കിട്ടിയേക്കുന്നത്, അലോട്ട് ചെയ്ത് കിട്ടിയേക്കുന്നത്? മറിയ ഹോസ്റ്റലായിട്ട്. സെയിം ഹോസ്റ്റലാണ് കിട്ടിയേക്കുന്നത്. അവിടെ സ്റ്റേ ചെയ്തോ ഒരു ദിവസമെങ്കിലും? എങ്ങനെയുണ്ട് അവിടുത്തെ അക്കോമഡേഷനും ഫുഡും ഒക്കെ? നല്ല കണ്ടീഷൻസ് ആണ്. അപ്പോ എന്താ പേര് നിങ്ങളുടെ? അഭിരാമി. രാജി ഫാത്തിമ. സോന. എവിടെ വീട്? ആലപ്പുഴ മാവേലിക്കര. ചങ്ങനാശ്ശേരി. ട്രിവാൻഡ്രം. ഇവിടെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ? ഏതൊക്കെ ഹോസ്റ്റലിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും? ഞങ്ങൾ 3 പേരും ഒരു ഹോസ്റ്റലാണ്. ഷീബാസ് ഹോസ്റ്റൽ. അപ്പൊ എങ്ങനെയാ നിങ്ങൾ വന്നപ്പോ തന്നെ ഫ്രണ്ട്സായി അല്ലെ? പല പല സ്കൂളിലല്ലേ പഠിച്ചേ? ഞങ്ങൾ 2 പേരും ഒരു റൂമില്ല. ഇവിടെ അപ്പൊ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ വന്ന് ക്ലാസ് ഒക്കെ കേട്ടു അല്ലെ? കൊറേ സ്പീക്സ് ഒക്കെ കേട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ കേട്ടിട്ട്? കൊള്ളായിരുന്നു. ഇഷ്ടായോ ഇവിടെയൊക്കെ? ഇഷ്ടമായി. എന്താണ് പേര്? ആദ്യ. ദേവിക. ഐശ്വര്യ. എങ്ങനെയുണ്ട് ബ്രില്യൻറ്റിന്റെ ഫസ്റ്റ് ഡേ? നല്ല രസമുണ്ട്. കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ഓപ്പൺ ആണ്. ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെട്ടോ? എങ്ങനെയുണ്ട് അവരുടെ മെന്റർഷിപ്പ്? അവര് നല്ല ഓപ്പൺ ആണ്. ആ ഒരു ഫസ്റ്റിലെ ഒരു ഓക്വേർഡ്നെസ് കുറെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഹോസ്റ്റലൊക്കെ അലോട്ട് ചെയ്ത് കിട്ടിയില്ലേ? ഹോസ്റ്റലില് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ആയിരുന്നു. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.